വയനാട് ദുരന്തഭൂമിയിലെ തെരച്ചിൽ ഉടൻ അവസാനിപ്പിക്കില്ലെന്ന് നോർത്ത് സോൺ IG കെ സേതുരാമൻ 24 ഇക്കാര്യം ഇദ്ദേഹം പങ്കുവച്ചത്. ഇന്നത്തെ തെരച്ചിൽ വളരെ നിർണായകമാണ്. ചാലിയാറിലെ വനത്തിലും സൂചിപ്പാറയിലും ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുമെന്നും IG വ്യക്തമാക്കി. ദീപക് തർമ്മണത്തിന്റെ റിപ്പോർട്ട്. SKN, ഗുഡ് മോർണിംഗ്. തെരച്ചിലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് തെരച്ചിൽ പൂർണ്ണതയിൽ എത്തിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ ഉപസമിതിക്ക് നൽകിയ നിർദ്ദേശം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സോണിലും ഓരോ ഹോട്ട്സ്പോട്ടിലും തെരച്ചിൽ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഇന്ന് മന്ത്രിമാർ തന്നെ ഈ തെരച്ചിൽ കേന്ദ്രങ്ങളിലേക്ക് നേരിട്ട് മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ പരിശോധനയ്ക്ക് പോകുന്നുണ്ട്. മാത്രമല്ല, നാളത്തെ ക്യാബിനറ്റിന് മുൻപ് മന്ത്രിസഭാ ഉപസമിതി കൃത്യമായൊരു റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ ഇന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ കൂടി നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇൻസിഡന്റ് കമാൻഡറായ IG നോർത്ത് സോൺ കെ സേതുരാമൻ. ഒപ്പം തന്നെ നമുക്ക് തബോഡ് ബസ്മതിരെ കാണാം. SOGയുടെ കമാൻഡൻ്റാണ് ഇദ്ദേഹമാണ്. ആദ്യം തന്നെ ഈ കേരള പോലീസിൻ്റെ SOG ആണ് ഈ ഓപ്പറേഷൻ ഏരിയയിൽ പോയിട്ടുള്ള റിസ്ക്യൂ നടത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഘട്ടത്തിൽ IG സേതുരാമൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, തെരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഈ ഘട്ടത്തിൽ ഇനി എന്താണ് പോലീസിൻ്റെ പ്ലാൻ? മൊത്തം നമ്മുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ പ്ലാൻ എങ്ങനെയാണ്? പ്രധാനമായും നമ്മൾ ഈ ഡൗൺ സ്ട്രീം നമ്മൾ കൂടുതൽ ഇപ്പോൾ ഒന്ന് ഇൻറ്റൻസീവായിട്ട് സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ കൊടും കാടായിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് നമ്മൾ പാറയ്ക്കും അപ്പുറത്താണോ ഉദ്ദേശിച്ചത്? അതെ, സൂചിപ്പാറ മുതൽ നമുക്ക് ഈ സൺറൈസ് വാലി വരെ നമുക്ക് നന്നായിട്ട് സെർച്ച് നടത്തിയിട്ടുണ്ട് അപ്പുറത്തുമായിട്ട്. പിന്നെ അതുകൂടാതെ സൺറൈസ് വാലി മുണ്ടേരി ഫാം വരെ നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ആനക്കാലം കൂടുതലായിട്ട് നമുക്ക്, കാരണം ഇൻറ്റൻസീവ് ഫാം ഇതായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സെർച്ച് ഫലപ്രദമാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പുതിയൊരു ടീം, സ്പെഷ്യലൈസ്ഡ് ടീമായിട്ടാണ് നമ്മൾ അയക്കുന്നത്. ഇത് നേവിയുടെ മാർക്കോസ് ആണ്. ആരാണ് വരുന്ന ടീം? ആരാണ്? മറൈൻ കമാൻഡോ, ആർമിയുടെ പാരച്യൂട്ട് കമാൻഡോസ് എല്ലാം ഉണ്ടാവും. നമ്മുടെ SOGയിലെ ഏറ്റവും ട്രെയിനിങ് കിട്ടിയ ജംഗിൾ വാർഫ് എല്ലാം കിട്ടിയ പരിശീലനം. കേരള പോലീസിൻ്റെ SOGയുടെ കമാൻഡോസ് ആണ് കൂടുതലുണ്ടാവും. ഫോറസ്റ്റുകാരുണ്ടാവും. ഇവർക്ക് ഒരുമിച്ചാണ് നമ്മൾ പോകുന്നത്. അവരെ ഹെലികോപ്റ്റർ ഡ്രോപ്പ് ചെയ്യും, ഹെലികോപ്റ്റർ ലിഫ്റ്റ് ചെയ്യും. ബോഡി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അപ്പോൾ തന്നെ ബോഡി നമ്മൾ ലിഫ്റ്റ് ചെയ്യും. ഹെലികോപ്റ്ററിൽ തന്നെ എയർ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ നമ്മളിപ്പോൾ തെരച്ചിൽ ഇങ്ങനെ അനന്തമായി തുടർന്ന് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇനി എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതായത് ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ പ്രധാനമായും വളരെ നല്ല രീതിയിൽ ആർമി കംപ്ലീറ്റ് ചെയ്തു. ഇനി റിക്കവറി നമ്മുടെ ജോലിയാണത്. അപ്പോൾ എല്ലാം നമ്മൾ സൈറ്റിലെ പരമാവധി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതുള്ള തെരച്ചിൽ ഏറെക്കുറെ കഴിഞ്ഞ് അവിടെ ഒന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് ബോഡി വന്നത്. അപ്പോൾ അതാണ് നമുക്കൊന്നും പറയാൻ പറ്റാത്തത്. അതേസമയത്ത് ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ ഇൻറ്റൻസീവായിട്ട് തന്നെ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ മേലുള്ള ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. എത്ര ദിവസത്തെ തെരച്ചിൽ വേണ്ടി വരുന്നതാണ് ഇൻസിഡൻറ്റ് കമാൻഡറുടെ ഒരു അഭിപ്രായം? ഇല്ല, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ അത് ആർമി എടുത്തു മറ്റോടൊക്കെ ചോദിച്ചിട്ട്, NDRF ആർമി ഉണ്ട്, സെർച്ച് പ്രധാനപ്പെട്ട ടീമുകൾ SOG ഇവരൊക്കെ ചോദിച്ചിട്ട് അവരുടെ ഫീഡ്ബാക്ക് പരിശോധിച്ചിട്ട്, ഉദാഹരണത്തിന് അസസ്മെൻറ്റ്, ജനങ്ങളുടെ ഒരു അഭിപ്രായം കൂടി നേരിട്ട് അറിയണം. മിനിസ്റ്റർമാരുടെ അവരൊക്കെ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. താങ്ക് യു സർ. SKN വളരെ കൃത്യമായി തന്നെ ഇൻസിഡൻറ്റ് കമാൻഡർ IG സേതുരാമൻ പറയുന്നത്, തെരച്ചിൽ ജനങ്ങളുടെ കൂടി അഭിപ്രായം ആരാഞ്ഞായിരിക്കും പൂർത്തിയാക്കുന്നത്. തിരക്കിട്ട് തെരച്ചിൽ നിർത്തില്ല. മാത്രമല്ല, എല്ലാ സ്ഥലത്തും പരിശോധന പൂർണ്ണതയിലെത്തി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഈ തെരച്ചിൽ നിർത്തുക എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും അല്പസമയത്തിനും തന്നെ ഹെലികോപ്റ്റർ ഇവിടേക്ക് ലാൻഡ് ചെയ്യും. ഹെലികോപ്റ്ററിൽ ആർമിയുടെ പാരാച്യൂട്ട് പരിശീലനം സിദ്ധിച്ച വിദഗ്ധർ, ഒപ്പം തന്നെ കേരള പോലീസിൻ്റെ SOGയിലെ കമാൻഡോസ്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ടാവും. ഒരു ജോയിൻറ്റ് ഓപ്പറേഷനായിട്ടായിരിക്കും ഈ ഹെലികോപ്റ്റർ സോട്ടിയിലൂടെയുള്ള തെരച്ചിൽ നടക്കുക. SKN. ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്.